മുരളീധരൻ അങ്ങനെ സ്ഫോടനാത്മകമായിട്ട് മാറുന്ന ഒരാളല്ല. കാരണം നിയമത്തും സമാനമായ ഒരു സാഹചര്യമാണ്. അത് അദ്ദേഹം ഏത് മണ്ഡലത്തിലും, അത് അസംബ്ലി നിയോജക മണ്ഡലമാണെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലുടനീളം സ്വീകാര്യനായ ഒരാള് എന്ന നിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരാജയം അദ്ദേഹത്തിന്റെയും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയവും ഞാൻ അതിനെ 2004 PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് വിജയം പോലെയാണ് കാണുന്നത്. 2004 PC ജോർജ് സാറിനൊക്കെ അറിയാം, IFDP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് PC തോമസ് അന്ന് NDAയുടെ ഭാഗമായിട്ട് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് അദ്ദേഹം വിജയിച്ച ഒരു രാഷ്ട്രീയ ചരിത്രം 2004 എന്നതുപോലെ വളരെ കൗതുകകരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി മത്സരിച്ചത് അത് താമര അടയാളത്തിലാണ്. അതൊക്കെ ശരിയാണ്, അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, ഞാനിപ്പോ അദ്ദേഹത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരനാവുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റതിന് ശേഷം തൃശൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം അതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും തന്നെ, രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ്. അദ്ദേഹം നിരന്തരമായി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതുകൂടാതെ അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ആ ഒരു കൗതുകമൊക്കെ ആളുകൾ, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ ടാറ്റായുടെ പാക്കിങ്ങും കണ്ണൻദേവന്റെ രുചിയും BJPയുടെ ഒരു സംഘടനാ ശക്തിയും അദ്ദേഹത്തിന്റെ ഒരു സിനിമാ താരം എന്ന നിലയിൽ വോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഇതെല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ വിജയിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു BJPയുടേതായ ഒരു വലിയ ഒരു വോട്ട് ബാങ്കോ. സേനാപതി വേണു, ഇടപെടുന്നത് കൊണ്ട് തോന്നരുത്, താങ്കൾ പറഞ്ഞത് തിരുത്തുകയാണ്. കെ മുരളീധരന്റെ പ്രതികരണം അതിലൂടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്നാൽ ജയിക്കുമായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇനിയൊരു മത്സരത്തിനില്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. വൈകാരികമായി പ്രതികരിക്കുന്നു കെ മുരളീധരൻ. എവിടെയാണ് പൊട്ടിത്തെറിക്കാത്തത്? അതാണ് ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളല്ല കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുന്നു. പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നു കെ മുരളീധരൻ. ഇത് ഒരു ശാന്തതയായി കാണേണ്ടതുണ്ടോ? അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ല കെ മുരളീധരൻ. താങ്കൾ പറഞ്ഞത് തിരുത്താൻ തയ്യാറാകും. അദ്ദേഹത്തിന് തന്നെ പരാമർശങ്ങളാണ്. കുരുതി കൊടുക്കുകയായിരുന്നു തന്നെ, വടകരയിൽ നിന്നാൽ ജയിക്കാമായിരുന്നു പറയുന്നത് കെ മുരളീധരനാണ്. ഇത് വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന് അത്ര ശാന്തമായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന വിഷയമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഇതിലും കുറച്ചുകൂടി അദ്ദേഹം വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ഇലക്ട്രിസിറ്റി മിനിസ്റ്ററാക്കി മരിച്ചുപോയ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹത്തെ രാജിവെപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നാണ് AC മൊയ്തീൻ എന്ന യഥാർത്ഥത്തിൽ CPMന്റെ വെറും ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മാത്രമാണ്. കെ മുരളീധരൻ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ഇലക്ട്രിസിറ്റി മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം വല്ലാത്ത രീതിയിൽ അവിടെ പരാജയപ്പെട്ട ഒരു സാഹചര്യം വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. മുരളീധരൻ ശക്തനായി നിന്ന മുരളീധരനെ അപ്രസക്തനാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ കാലം ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്താ പറഞ്ഞേ, ഏത് വെല്ലുവിളികളെയും, അതാണല്ലോ നിയമത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നത്, ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ പ്രാപ്തനും ശക്തനും ശേഷിയുമുള്ളയാളാണ് ശ്രീ കെ മുരളീധരൻ. ഒരുപക്ഷെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, വടകരയിലായിരുന്നുവെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3.5 ലക്ഷം പോസ്റ്റ് അടിച്ചു പ്രതാപൻ എന്നാണ് പറഞ്ഞത്. ചുവരെഴുത്തുകൾ ഏതാണ്ട് 10% പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാറേണ്ടതായിട്ട് വന്ന സാഹചര്യം വന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പബ്ലിക്സിനിടയിൽ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഒക്കെ അത് ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അത് ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയല്ല. പണ്ടും ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം PC ജോർജ് സാറിന് അറിയാം, പത്തനംതിട്ടയിൽ ആറന്മുളയിൽ അന്ന് ശിവദാസൻ നായർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അയാളെ മാറ്റിയിട്ടാണ് മാലയത്ത് സർലാദേവിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. വടക്കേക്കരയില് എനിക്ക് തോന്നുന്നത് KP ധനപാലൻ പോസ്റ്റർ അടിച്ച് എല്ലാം ചെയ്തതിനു ശേഷമാണ് അവിടെ MA ചന്ദ്രശേഖരൻ. വടക്ക് ഇരിക്കൂറിലാണോ പേരാവൂരിലാണോ AD മുസ്തഫയെ മാറ്റി AD മുസ്തഫ സ്ഥാനാർത്ഥിയാവുന്നു, KP നൂറുദ്ദീനെ മാറ്റി മറ്റൊരാളെ ആക്കുന്നു. അപ്പൊ ഇതൊക്കെ അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങളൊരു പരീക്ഷണമാണ് തീർച്ചയായും തൃശ്ശൂരിൽ നടത്തിയത്. ഞങ്ങളുടെ പരീക്ഷണം മറ്റൊന്നുമായിരുന്നില്ല, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ ഏത് സീറ്റിലും മത്സരിക്കാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആള് എന്ന നിലയിൽ
അത് കെ മുരളീധരനാണ്, അതിന് ഏറ്റവും അനുയോജ്യനായ ആള് എന്ന നിലയിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം എല്ലാ തീരുമാനവും ശരിയാകണമെന്നില്ലോ. ആ തീരുമാനം പാളി എന്നുള്ളത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും മനസ്സിലാകുന്നു.